സമാപന പ്രഭാഷണത്തിനായി മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് ചേലേമ്പ്രയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, വിദ്യാർത്ഥിനികളെ, 19ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഇവിടെ സമാപനം കുറിക്കുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് കേരളക്കരയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സംഗമങ്ങളും പരിപാടികളും നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സമ്മേളനം വർഷം തോറും സംഘടിപ്പിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയുവാനുള്ളത്, ആദ്യമായി നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം എന്നാണ്. അഥവാ ഒരുപാട് പ്രതികൂല കാലാവസ്ഥകൾ, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എക്സാമുകൾ, പല സെമസ്റ്ററുകളുടെയും പരീക്ഷകൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയപരമായ സാഹചര്യത്താൽ ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പല വിദ്യാർത്ഥികൾക്കും ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ സംഗമത്തിൽ സമ്മേളിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുള്ള കാര്യമാണ്. എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിവിടെ 3 ദിവസം ഇവിടെ നിൽക്കുവാൻ, വരുവാൻ, കേൾക്കുവാൻ, പഠിക്കുവാൻ, ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എന്ന് ആദ്യമായി നാം സ്തുതിക്കണം. ഇവിടെ നടന്ന പരിപാടികളിൽ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തുടക്കം മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഇതിൻ്റെ ഉദ്ഘാടന സെഷൻ മുതൽ ഇതിൻ്റെ സമാപനം നടക്കുന്നത് വരെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷപാതത്തിലേക്കോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കോ അല്ല ഇവിടുത്തെ പരിപാടികളിൽ നിങ്ങളെ ക്ഷണിച്ചത്. മറിച്ച് ഇസ്ലാം എന്താണ്, അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെ സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ ക്യാമ്പസിൽ ഇസ്ലാമിക പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം, ഒരു വിദ്യാർത്ഥി എങ്ങനെ ക്യാമ്പസിൽ ജീവിക്കണം, എങ്ങനെ ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തി ജീവിക്കണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് നൽകപ്പെട്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു കൃത്യമായൊരു സന്ദേശത്തിലേക്കാണ് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ആ MSMൻ്റെ പാതയിലാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. സഹോദരന്മാരെ, വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ നടന്ന ക്യാമ്പസ് സംവാദങ്ങളും ചർച്ചകളും നമ്മെ അറിയിക്കുന്നത്. വലിയ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അധാർമികതയിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സാഹചര്യമാണ് ചുറ്റുപാടിലുള്ളത് എന്നുള്ളത് കൃത്യമായി ഓരോ ക്യാമ്പസ് സംവാദത്തിലും ചർച്ചകളിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്യാമ്പസുകളിലേക്ക് സജീവമായി നാം ഇറങ്ങിച്ചെല്ലണം. ഈ ഒരു സന്ദേശം ക്യാമ്പസിലേക്ക് നാം എത്തിക്കണം. ഇവിടെ നടക്കുന്ന പരീക്ഷയേക്കാൾ, ഇവിടെ നടക്കുന്ന എല്ലാത്തിനേക്കാളും വലിയൊരു പരീക്ഷയാണ് നാളെയുടെ പരലോകത്ത് നമുക്ക് വരാനുള്ളത് എന്നുള്ള കൃത്യമായ തിരിച്ചറിവാണ് MSMനെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഏറ്റവും ഫൈനൽ പരീക്ഷയായ മരണത്തിലേക്കും അതിനുശേഷമുള്ള വിചാരണയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ളതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നടന്ന ഓരോ പരിപാടികളും വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വൈജ്ഞാനികമായ ഒരുപാട് പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിച്ചു. സഹോദരന്മാരെ, പഠനം ഒരിക്കലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. MSMൻ്റെ കീഴിൽ തന്നെ വ്യത്യസ്തങ്ങളായ സംഗമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ച എന്ന നിലക്ക് നാം നടത്തുവാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നേരത്തെ ഒരു ഫീഡ്ബാക്ക് സംസാരത്തിൽ നാം കേട്ടു, ഇവിടെ ഈ ക്യാമ്പസ് സ്റ്റുഡൻസിൻ്റെ പ്രത്യേകമായ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളത് ബോധപൂർവം തന്നെയാണ് നമ്മൾ ആ മീറ്റിംഗ് വിളിക്കാതിരുന്നത്. ഒരു ഔപചാരികമായ കൂടൽ നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഇതിനുശേഷം ഇവിടുത്തെ ഫീഡ്ബാക്ക് പരിശോധിച്ചുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വളരെ കൃത്യമായ രീതിയിലുള്ള ക്യാമ്പുകൾ ഇതിൻ്റെ തുടർച്ച നടത്തണമെന്നുള്ള കൃത്യമായ ആലോചനകൾ ഇതിൻ്റെ ഭാഗമായി നാം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തുടരുക തന്നെ ചെയ്യും. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും
സഹകരണവും നാം പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വലിയ ഉത്തരവാദിത്തം ക്യാമ്പസുകളിൽ നമുക്ക് നിർവഹിക്കുവാനുണ്ട്. അത് നിർവഹിക്കുവാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കീഴിലുള്ള MSM അല്ലാതെ ഇന്ന് മറ്റൊരു സംഘടനയും ഇല്ല എന്നുള്ളത് കൃത്യമായി നാം തിരിച്ചറിയുകയും നാം മനസ്സിലാക്കുകയും ചെയ്തതാണ്. അടിസ്ഥാനപരമായ തൗഹീദിലേക്കും ആ വിശ്വാസത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുവാൻ ഇന്ന് കേരളക്കരയിൽ ഈ ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ധാർമ്മികമായ ചിന്ത കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നൽകുവാൻ, ധാർമ്മികമായ ബോധം നൽകുവാൻ, മൂല്യവത്തായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, വളർന്നു വരുന്ന തലമുറയിൽ യഥാർത്ഥ മതബോധം നൽകുവാൻ ശക്തമായ ഈ പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും പങ്കാളിയാകണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ സമയങ്ങളിലും ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകൾ, ക്യാമ്പസിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മറ്റു പല നിലക്കും നമ്മെ സഹായിച്ചവർ, അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ്. ഒരിക്കലും മറ്റൊരു പ്രതിഫലവും അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെയും ഇനിയാന്നുമൊക്കെ നിങ്ങൾ കണ്ടു, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ ഇവിടെയുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കൊല്ലം ജില്ലയിലെ പ്രവർത്തകർ, അവർ വളരെ ശക്തമായ അധ്വാനമാണ് ഈ രംഗത്ത് അവർ നിർവഹിച്ചത്. നമുക്കറിയാം, അവരുടെ ഓരോ നിമിഷവും അവരുടെ മനസ്സിലുള്ളത് ഇവിടെ വരുന്ന മുഴുവൻ കുട്ടികളും ഈ പരിപാടി കേൾക്കട്ടെ എന്നുള്ളതാണ്. നാം നൽകുന്ന, അവർ മനസ്സിലാക്കിയ ഒരു സത്യമാണത്. അഥവാ അവർക്ക് ഇവിടെ നൽകുന്ന ഭൗതിക വിദ്യാഭ്യാസത്തെക്കാൾ, അവർക്ക് ഇവിടെ നൽകുന്ന മറ്റു സൗകര്യങ്ങളെക്കാൾ അവർക്ക് ദീനീയായ വിജ്ഞാനവും അറിവും നൽകലാണ് അവരുടെ ഏറ്റവും വലിയ വിജയമെന്ന് തിരിച്ചറിവാണ് അവർ ഇത്തരത്തിലുള്ള അധ്വാനത്തിലേക്ക് അവരെ മുന്നോട്ട് നയിച്ചത് എന്നുള്ളത് കൃത്യമായി നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിനുവേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകൾ, ഇതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുവാനുള്ള പ്രതിഫലം എന്നുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാഥാ, ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിനുവേണ്ടി അധ്വാനിച്ച, ഇതിനുവേണ്ടി ഊണും ഉറക്കവും കഴിഞ്ഞ് ഈ പ്രോഫ്കോൺ വിജയിക്കുവാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഈ മഹത്തായ സംഗമം സന്തോഷകരമായി പൂർത്തീകരിക്കുവാൻ, വൈജ്ഞാനിക രംഗത്ത്, വൈജ്ഞാനിക മേഖലയിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഈ മഹത്തായ സംവിധാനം വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകൾക്കും നാഥാ, നീ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. അവർക്ക് മഹത്തായ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. സഹോദരന്മാരെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വളണ്ടിയേഴ്സ്, വലിയ അധ്വാനമാണ് അവർ ഇതിനു വേണ്ടി നിർവഹിച്ചത്. ഇതിനുവേണ്ടി അവർ ഉറക്കമൊഴിഞ്ഞ് പല സ്ഥലങ്ങളിലുമായി അവർ ഇതിനു വേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ അവർ നടത്തുകയുണ്ടായി. അവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കും നാഥാ, നീ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ മുഴുവൻ KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും പ്രവർത്തകർ, അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഭൗതികമായ മറ്റു സംവിധാനങ്ങൾ നൽകി നമ്മെ സഹായിച്ച മറ്റുള്ള ആളുകൾ, എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ക്യാമ്പസിലേക്ക് തിരിച്ചു പോവുകയാണ്. സഹോദരന്മാരെ, ഇവിടെ കേട്ട അധ്യാപനങ്ങൾ, ഇവിടെ നിന്ന് മനസ്സിലാക്കിയ സത്യങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ അത് പ്രചരിപ്പിക്കുവാനും അത് പറയുവാനും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവാണ് ഈ അവസാന സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ക്യാമ്പസുകളിൽ പോയി ഈ സന്ദേശം അവർക്ക് കൈമാറണം. ഈ ഒരു സത്യത്തിലേക്ക് അവരെ ക്ഷണിക്കണം. ഈ സത്യത്തിലേക്ക് അവർ ക്ഷണിച്ചതിലൂടെ നമ്മുടെ ബാധ്യത, നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്തം നാം നിർവഹിച്ചു എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവുകയും ഈ ഒരു അടിസ്ഥാനപരമായ സത്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഭൗതികമായ പല സാഹചര്യങ്ങളും വൈശാചികമായ പല രംഗങ്ങളും നമ്മെ പല തെറ്റിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സഹോദരന്മാരെ, അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുവാൻ, സ്വഹാബികളുടെ പാതകൾ പിന്തുടർന്ന്, നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരും നേതാക്കന്മാരുടെയും പാതകൾ പിന്തുടർന്ന് അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ രംഗം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കണം. വളർന്ന് വരുന്ന ഈ ഒരു പുതിയ തലമുറയിൽ വലിയ വിജ്ഞാന രംഗത്ത് വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. ആ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുവാനും, അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും, അള്ളാഹുവിനെ അറിയുവാനും, അടിസ്ഥാനപരമായ ലോക സത്യത്തിലേക്ക് എത്തിപ്പെടുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, ഇത്തരത്തിലുള്ള
കൂടിച്ചേരലുകൾ അതിനുള്ള വലിയൊരു വേദിയായി നമ്മൾ കാണുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സമ്മേളനം പ്രഖ്യാപിച്ചതു മുതൽ പല നിലക്കുള്ള പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം റബ്ബ് അല്ലാഹു തആല നമുക്ക് വളരെ ലളിതമായി നമ്മളിൽ നിന്ന് മാറ്റിത്തരുകയും വളരെ സുഗമമായി നമുക്കിത് നടത്തുവാനും ഈ രൂപത്തിൽ ഇതിനെ സമാപിക്കുവാനും സാധിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അവസാനമായി സഹോദരന്മാരെ, ഇതിനു വേണ്ടി സഹകരിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ, ഇവിടെ നിന്ന് മനസ്സിലാക്കിയ സത്യങ്ങൾ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുമെന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യുവാൻ, അത് ക്യാമ്പസുകളിൽ എത്തിക്കുവാൻ, ക്യാമ്പസിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തൻ്റെ സുഹൃത്തുക്കളെ മാറ്റുമെന്നുള്ള, ആദ്യം നമ്മൾ സ്വയം മാറുമെന്നും അതോടൊപ്പം തന്നെ തൻ്റെ സുഹൃത്തുക്കളെ മാറ്റുവാൻ ശ്രമിക്കുമെന്നുള്ള കൃത്യമായ അചഞ്ചലമായ ഉറച്ച തീരുമാനത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. ആ ഒരു ബോധത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ നരകശിക്ഷയെ കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അടിസ്ഥാനപരമായ ആ സ്വർഗത്തിലേക്ക് എത്തണമെന്ന അചഞ്ചലമായ ആഗ്രഹത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വളരെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് വളരെ വിശദമായി ഒരുപാട് നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ലേഖനങ്ങൾ, എഴുത്തുകൾ, പ്രസിദ്ധീകരണങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇനിയും അറിയുവാൻ, മനസ്സിലാക്കുവാൻ, ആ സത്യം അറിയുവാനും അത് തിരിച്ചറിയുവാനും, ഇവിടെ നടക്കുന്ന പരീക്ഷകളെക്കാൾ, ഇവിടെ നടക്കുന്ന മറ്റു ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ നാളെ അടിസ്ഥാനപരമായ ആ ഒരു പരീക്ഷയ്ക്ക് വിജയം കൈവരിക്കുവാനും അടിസ്ഥാനപരമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുമുള്ള അതിയായ പരിശ്രമമാണ് ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവർ വലിയ പ്രയാസങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ വളർത്തുന്നതിലൂടെ, നമുക്ക് ജന്മം നൽകുന്നതിലൂടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മൾ ഒരു വലിയൊരു പക്വത എത്തുന്ന കാലമത്രയും അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി നന്ദി പറയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമയം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതിനുവേണ്ടി സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും പരസ്പരം സ്നേഹത്തോടെ, പരസ്പരം സന്തോഷത്തോടെ, പരസ്പരമുള്ള സഹകരണത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നേറാം. എല്ലാ കക്ഷിത്വത്തിൽ നിന്നും വ്യത്യസ്തമായി, അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നേറാം. ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മലയാളികൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇൻഷാ അല്ലാഹ് ഇത്തരം സന്ദേശങ്ങളുമായി മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവർക്ക് വേണ്ടി ഉള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുവാനും ആ എം എസ് എമ്മിനോടൊപ്പം കൂടി നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ, ലോകത്തെ മാറ്റുവാൻ നാം തീരുമാനിച്ചാൽ ഇവിടെ നടക്കുന്ന മുഴുവൻ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും ഒരു തടയിടാനെങ്കിലും, ഒരു ചെറിയ രീതിയിലുള്ള ഒരു അനക്കമുണ്ടാക്കുവാനെങ്കിലും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അങ്ങനെ ചെയ്യുവാൻ നമ്മളല്ലാതെ, MSMന്റെ പ്രവർത്തകരല്ലാതെ മറ്റാരുമില്ല എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ ഒരു ബോധമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു നമുക്കൊരു വെച്ച ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഇവിടെ നിന്ന് നൽകിയ വിജ്ഞാനങ്ങൾ മറക്കാതെ, അതൊരിക്കലും വിസ്മരിക്കാതെ, അത് മനസ്സിലാക്കുകയും അത് പകർത്തുകയും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക് പേഴ്സണാലിറ്റി ക്യാമ്പസിൽ നമ്മൾ നടത്തുക എന്നുള്ള കൃത്യമായ തിരിച്ചറിവിലൂടെ ഒരു റോൾ മോഡലായിക്കൊണ്ട് ക്യാമ്പസുകളിൽ നമ്മുടെ സഹപാഠികൾക്ക്, നമ്മുടെ അധ്യാപകർക്ക്, മറ്റുള്ളവർക്കെല്ലാം ഒരു റോൾ മോഡലായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മൾ ക്യാമ്പസുകൾ ഉണ്ടാവണം. അവർക്കൊരു മാതൃകയായ വ്യക്തിത്വമായി നമ്മൾ മാറണം. അവരെ ക്ഷണിക്കുവാൻ, അവരല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം കണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി കണ്ട് അവർ നമ്മളിലേക്ക് ആകർഷിക്കുവാനും നമ്മോടൊപ്പം ചേരുവാനും ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഖുർആനിൻ്റെ ആശയ തത്വങ്ങൾ മനസ്സിലാക്കുവാനും അവർ നമ്മോടൊപ്പം വരുവാനുള്ള പരിശ്രമമാണ്
ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകേണ്ടത്. ആ നിലക്കുള്ള ചിന്തയും പ്രവർത്തനങ്ങളുമായി മറ്റു മോശമായ ചിന്തയിൽ നിന്ന്, അധാർമികമായ ചിന്തയിൽ നിന്ന്, അശ്ലീലമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇൻഷാ അല്ലാ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ബസ്സിൽ കയറുകയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പോവുകയാണ്. വീടുകളിൽ പോകുമ്പോൾ ഇവിടേക്ക് വന്ന ഒരു മാനസികമായ സാഹചര്യമല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് അവൻ്റെ പ്രോഫ്കോണിന് പോയതിന് ശേഷം അവന് മാറ്റമുണ്ടായി എന്ന് നമ്മുടെ വീട്ടുകാർ പറയണം, നമ്മുടെ സുഹൃത്തുക്കൾ പറയണം. ആ നിലക്കുണ്ടെങ്കിൽ മാത്രമേ ഈ 3 ദിവസം നമുക്ക് ഉപകാരപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ 3 ദിവസം എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിച്ച ദിവസങ്ങളെ പോലെയല്ല. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിനങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത്. ആ പ്രാർത്ഥന ഇനിയും നമ്മുടെ മേലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ സത്യങ്ങൾ, അടിസ്ഥാനപരമായ ആശയങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളായി നമ്മൾ മാറണം. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അവസാനമായി മരണമെന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. മരണം ഒരു മനുഷ്യനെയും വിട്ടുപോകുകയില്ല. ലോകത്തെ എല്ലാവരും ഐക്യപ്പെട്ട ഒരു വിഷയമാണ്. ലോകത്തെല്ലാവരും മരിക്കുമെന്നുള്ളത്. അതിൻ്റെ സമയത്തിൽ, അതിൻ്റെ കാലത്തിൽ, അതിൻ്റെ സമയത്തിൽ മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. സഹോദരന്മാരെ, ആ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ നമുക്ക് സാധിക്കണം. അതിനുശേഷം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഉത്തമമായ വിശ്വാസികളാകുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോകും. ആ പരിശ്രമങ്ങളോടൊപ്പം തന്നെ ഭൗതിക രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് വളരെ ഉന്നതമായ നിലവാരം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആത്മീയമായ ബോധനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമ്പസുകളിൽ നിന്ന് ബാധിച്ചിരിക്കുന്നത് 2 തലത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് ഭൗതികമായ വാദങ്ങൾ, നിരീശ്വരവാദങ്ങൾ, അത്തരത്തിലുള്ള വാദങ്ങളും. രണ്ടാമതായി വ്യാജ ആത്മീയതയുമാണ്. ഈ വ്യാജ ആത്മീയതയും ഭൗതികവാദത്തിൻ്റെയും ഇടയിൽ മധ്യസ്ഥരായി, ആ മധ്യവർത്തിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ, മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ, യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാൻ, യഥാർത്ഥ വിശ്വാസിയായി മരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മളെല്ലാവരും നടത്തുക എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ, ഒരിക്കൽ കൂടി ഇതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകൾക്കും നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയുന്നു. ഇവിടെ സംഗമിച്ച മുഴുവൻ ആളുകൾക്കും ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. വൈകിയ വേളയിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ പേരുകൾ പറഞ്ഞു തീർക്കേണ്ടി വരും. സഹോദരന്മാരെ, അവസാനമായി ഇവിടെ ഇതിനുവേണ്ടി സഹകരിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിനുവേണ്ടി ഉറക്കൊഴിഞ്ഞ, ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ച, മറ്റു ശാരീരികമായി സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ക്യാമ്പിലെ പ്രതിനിധികൾക്ക് ഒരിക്കൽ കൂടി പ്രത്യേകമായ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.